ഹായ്, എന്റെ പേര് ഡോക്ടർ ധന്യ. കർക്കിടക മാസത്തിലെ ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യവും ആയുർവേദ ഔഷധങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. കർക്കിടക മാസം ആരോഗ്യത്തിനായി വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാസമാണ്. പരമ്പരാഗത കലണ്ടറിലെ മലയാള മാസമായ കർക്കിടകം സാധാരണയായി ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ്. ഈ ഒരു സീസണിൽ വായുവിലെ ഈർപ്പം വർദ്ധിക്കുന്നതിനാൽ പരിസ്ഥിതി വളരെയധികം തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമാകുന്നു. സോ ഈ ഒരു സീസണിൽ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളായ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, സന്ധിവേദന, നീർക്കെട്ട് മുതലായവയാണ്. ത്രിദോഷങ്ങളായ വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആയുർവേദം പറയുന്നു. കർക്കിടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുക എന്നതാണ്. ഇതിനായി പഞ്ചകർമ്മ ചികിത്സ ഏറ്റവും ഉചിതമായ ഒരു മാർഗമാണ്. പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും സുപ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം മികവുറ്റതാക്കുകയും ചെയ്യുന്നു. കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു പരമ്പരാഗത ആയുർവേദ അരിക്കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഈ സീസണിൽ കണ്ടുവരുന്ന രോഗങ്ങളെ തടയുവാനും വേണ്ടിയിട്ടാണ് കർക്കിടക കഞ്ഞി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഉണക്കലരി 1/2 കപ്പ്, ഉലുവ, ജീരകം, കടുക്, എള്ള് ഇവ ഓരോന്നും ഓരോ ടീസ്പൂൺ വീതം എടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാല് 1/2 മുറി തേങ്ങയുടെ ദശപുഷ്പത്തിന്റെ നീരുമാണ് ആവശ്യം. ഫസ്റ്റ് തന്നെ നമ്മൾ ഉണക്കലരി നല്ലോണം വാഷ് ചെയ്ത് 30 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. കടുക്, എള്ള്, ജീരകം, ഉലുവ നല്ലോണം കഴുകി കുതിർക്കാൻ വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കടുക്, എള്ള്, ഉലുവ, ജീരകം നമ്മൾ നല്ലോണം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ശേഷം നമ്മളൊരു മൺകല എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഉണക്കലരി ആഡ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റും കൂടി ആഡ് ചെയ്യുക. ദശപുഷ്പത്തിന്റെ നീര് ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പാകം ചെയ്യുക. അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടി വേവിച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ വിവിധ തരം ഔഷധ കഞ്ഞികളുണ്ട്. അതിലൊന്നാണ് കുറുന്തോട്ടി അരിയാറ് കഞ്ഞി. മെയിൻലി വാതരോഗത്തിനും ശരീരപുഷ്ടിക്കും നല്ലതാണ്. ദശമൂലം കഞ്ഞി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ശരീരത്തിലുണ്ടാകുന്ന വേദന, നീർക്കെട്ട് ഇവയ്ക്ക് നല്ലത്. ദശപുഷ്പ കഞ്ഞി ഇത് മെയിൻലി ശരീരത്തെ ശുദ്ധീകരിക്കാനായി കൊടുക്കുന്നു. ലഘു പഞ്ചമൂല കഞ്ഞി അതിസാരത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. പഞ്ചകോല കഞ്ഞി ഇത് മെയിൻലി ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറുവേദനയ്ക്കും നല്ലതാണ്. ഇതുപോലെ തന്നെ മൂത്ര തടസ്സത്തിന് ഞെരിഞ്ഞിലും കണ്ടകാരി ചുണ്ടയുടെ വേരും ചേർത്ത് കഞ്ഞി വെച്ച് കഴിക്കാവുന്നതാണ്. കോവിഡാനന്തരമുള്ള ക്ഷീണത്തിന് ചെറുപയറ്, ചുക്ക്, ഇന്ദുപ്പ് ഇവ ചേർത്ത് കഞ്ഞി വെച്ച് കഴിക്കാവുന്നതാണ്.